ഈ മറീനുകളെ എന്തിനാണ് അയക്കുന്നത്? മറീനുകളെ അയച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന വാർത്ത, ഈ യുദ്ധത്തെ നിയന്ത്രിക്കുന്ന അമേരിക്കയുടെ സെൻകോം, സെൻട്രൽ കമാൻഡ്, ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ഈ ജപ്പാനിൽ നിന്നും ഈ എന്താണ് USS ട്രിപ്പോളി എന്ന് പറയുന്ന കപ്പലിൽ 2500ഓളം ആളുകളെ ആംഫീബിയൻ ഷിപ്പിന് അയക്കുന്നത്. ആംഫീബിയൻ ഷിപ്പിന് സ്വാഭാവികമായിട്ട് അയക്കുന്നത് അവർക്ക് വേണമെങ്കിൽ കരയിൽ ലാൻഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അയക്കുന്നത്? പ്രധാനമായിട്ടും ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ശ്രമം നടത്തുന്നത് എന്നാണ്. അപ്പോൾ ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നം എന്തുകൊണ്ടുണ്ടായി? നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു യുദ്ധം തുടങ്ങുമ്പോൾ ഏതൊരു രാജ്യവും നേരിടുന്ന ഒരു പ്രശ്നം, എങ്ങനെ ഈ യുദ്ധം തുടങ്ങണം. ഇപ്പൊ നമ്മൾ അമേരിക്കയിലൊക്കെ ആൾക്കാർ ചോദിക്കുന്നത്, എന്തിന് യുദ്ധം തുടങ്ങി, എത്ര നാൾ ഈ യുദ്ധം നിൽക്കും? അമേരിക്കയിലെ കോൺഗ്രസ് അംഗങ്ങൾ, റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങളോട് ചോദിക്കുന്നത്, എന്തിന് യുദ്ധം, ഞങ്ങളോട് പറയൂ. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സെനറ്റർമാരും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് അംഗങ്ങളും അമേരിക്കൻ ഭരണകൂടത്തോട് ചോദിക്കുകയാണ്, എന്തിന് യുദ്ധം തുടങ്ങി, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, എത്ര നാൾ നീണ്ടു നിൽക്കും, എന്താണ്, എങ്ങനെയാണ് ഈ യുദ്ധം അവസാനിക്കുക? ഇതിനോടൊക്കെ ചോദ്യം ചോദിച്ചപ്പോൾ അവർ പുറത്തുനിന്ന് പറയുന്നത്, ഞങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഈ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ്. അതായത് അമേരിക്കൻ ഭരണകൂടത്തിന് തന്നെ വളരെ കൃത്യമായ ഒരു ലക്ഷ്യമില്ല ഈ യുദ്ധത്തിന്. എങ്ങനെ, അതായത് അവർ പറഞ്ഞു, ഞങ്ങൾ 2-3 ദിവസം കൊണ്ട് ഇതെല്ലാം അവസാനിപ്പിക്കും, ഭരണകൂടത്തെ അട്ടിമറിക്കും, ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടുത്തെ പ്രതിഷേധക്കാർക്ക് ഈ ഭരണം ഏൽപ്പിച്ചു കൊടുക്കും. ഇതൊന്നും അല്ല ലക്ഷ്യം. ഈ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടുത്തെ ഷിയ വിഭാഗത്തിൻ്റെയും സുന്നി വിഭാഗത്തിൻ്റെയും കുർദുകളുടെയും ബലൂച്ചുകളുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഗോത്രങ്ങളെ ശക്തിപ്പെടുത്തി ആ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുക എന്ന് പറയുന്ന ലക്ഷ്യമാണ് അമേരിക്കയ്ക്കുള്ളത്. ആ ലക്ഷ്യം പോലും നടക്കുന്ന കാര്യമല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ ഗൾഫിലെ ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞു, പിന്നെ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ എൻ്റെ കുടുംബത്തിലുള്ള ഒരു കുട്ടി കുറച്ച് ദിവസമായി അയാൾ പോയിട്ട് അത് പറയാണ്, ഇനി ഈ നാട്ടിൽ നിന്ന് വരുന്നവർ ചെറിയ ഉള്ളി കൊണ്ടുവരണം, കാരണം ഇവിടെ ചെറിയ ഉള്ളി കിട്ടാനില്ല, കിട്ടുന്നതിന് വില കൂടുതലാണ്. ന്യൂസിലാൻഡിൽ നിന്നുള്ള എൻ്റെ ഒരു സഹോദരൻ്റെ മകൻ വിളിച്ചു പറഞ്ഞു, അവിടെയും സാധനങ്ങൾക്ക് വില കൂടുതലാണ്. അതായത് ഈ ലോകത്തൊട്ടാകെ അമേരിക്കയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയൊക്കെ വില വർദ്ധിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്കയിൽ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുന്നു, ലോകത്തൊട്ടാകെ വില വർദ്ധിക്കുന്നു, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കിട്ടാതാകുന്നു, ഗ്യാസ് കിട്ടാതാകുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കടകൾ, ഞാനിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് വന്നപ്പോൾ സാധാരണ നമ്മൾ 2-3 കടകൾ ചായ കുടിക്കുന്നതിനായിട്ട് നോക്കാറുണ്ട്. ആ തട്ടുകടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജീവസന്ധാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ജീവിതമാർഗങ്ങളെല്ലാം അടഞ്ഞു. എങ്ങനെ അടഞ്ഞു? അമേരിക്കയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലത്ത് പിന്നെ ജോൺ മിയർ ഷീമർ എന്ന് പറയുന്ന ഒരു ചിന്തകൻ, അന്തർദേശീയ വിദഗ്ധനായിട്ടുള്ള വ്യക്തിയുടെ ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയുടെ അടിയിൽ ഒരാൾ എഴുതിയൊരു കമന്റ് ഉണ്ട്, വളരെ രസകരമായ കമന്റ്. എന്താണ് എഴുതിയത്? ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കഴിഞ്ഞ 40 വർഷമായിട്ട് ഒരു വിഡ്ഢിയായ അമേരിക്കൻ പ്രസിഡന്റിനെ കാത്തിരിക്കുകയായിരുന്നു, അവർക്കിപ്പോൾ ട്രംപിനെ കിട്ടി. നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഇങ്ങനെയുള്ള ആ അമേരിക്കൻ പ്രസിഡന്റ് ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന നമ്മൾ കാണണം. ലോകം മുഴുവൻ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുമ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രസ്താവന എന്താണ്? ലോകത്ത് എണ്ണവില വർദ്ധിച്ചാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, കാരണം എന്താണ്, ഞങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സമ്പത്ത് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തെ ഈ പറഞ്ഞ ഈ ഒരു വിനാശത്തിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട്, സംഘർഷങ്ങളിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട്, ആളുകളെ പട്ടിണിയിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് ഒരു ഭരണാധികാരി പറയാണ്, എണ്ണവില കൂടിയാൽ ഞങ്ങൾക്കാണ് നേട്ടം, കാരണം എന്താണ്, ഞങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സമ്പത്ത് കിട്ടുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലോകത്തെക്കുറിച്ച്, അതായത് നമുക്കറിയാം, ബ്രഹ്മചെല്ലാനി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദേശകാര്യ വിദഗ്ധനുണ്ട്. ആ ബ്രഹ്മചെല്ലാനി എന്ന് പറയുന്ന ഈ വിദഗ്ധൻ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത്രയും ഭീകരനായിട്ടുള്ള ഒരു ഭരണാധികാരിയെ കണ്ടിട്ടില്ല. അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ട്രംപ്, അതായത് ഹിറ്റ്ലറെക്കാൾ അപകടകാരിയായിട്ടുള്ള ഭരണാധികാരിയാണ് ട്രംപ് എന്ന് വരെ പറഞ്ഞു. എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത്